ഇടക്കരയിലെ ബൂത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിപ്പം സുഹൈൽ മുഹമ്മദ് കൂടി ചേരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ആഷ്മി, യു ആർ വെൽക്കം. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആഷ്മി കൂടെ വേണ്ടേ? അപ്പം നമുക്ക് എനിക്കൊന്ന് വഴിക്കട് സുഹൈൽ മുഹമ്മദ് കൂടി ചേരുന്നു. സുഹൈൽ, അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചോ? എന്താണ് വിവരം? SK, ഞാൻ എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഉള്ളത്. എടക്കരയിലെ 3 ബൂത്തുകളാണ് ഈ ഹൈസ്കൂൾ. അതിൽ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 76-ാം ബൂത്തിലെ ദൃശ്യങ്ങളാണ്. ഏകദേശം 1100 വോട്ടർമാരാണ് ഈ ബൂത്തിൽ മാത്രം വോട്ട് ചെയ്യാനുള്ളത്. നിലവിൽ വലിയ തിരക്കുകളില്ല, എന്നാലും ചെറിയ നിരയുണ്ട്. കൃത്യമായി തന്നെ പോളിംഗ് അത് മുന്നോട്ട് പോകുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഓരോരുത്തരായി വോട്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു. നേരത്തെ മറ്റു പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വോട്ടിംഗ് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. നമ്മൾ 5:30-6 മണി സമയത്ത് മോക്ക് പോളിംഗ് സമയത്ത് ഇവിടെ എത്തിയപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ആ മഴയൊന്ന് മാറി നിന്ന് ഏകദേശം ഒരു 7 മണി വരെ മഴ കുറവായിരുന്നു. ആ സമയത്ത് ഒരു 6:30 to 7 സമയത്ത് ഇവിടെ വലിയ നിരയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴ കുറഞ്ഞപ്പോൾ ആളുകൾ കൂട്ടമായി എത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ വീണ്ടും ഈ പോളിംഗ് ബൂത്തിന് സമീപത്ത് മഴ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വോട്ടർമാരും അങ്ങനെ ഇങ്ങോട്ട് വരുന്നതായി കാണുന്നില്ല. ഉള്ള വോട്ടർമാർ ചെറിയ നിരയേ ഉള്ളൂ. ആ നിരയായി തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. നമ്മൾ ജനാധിപത്യത്തിന്റെ സുന്ദര കാഴ്ച എന്ന് പറയുന്ന പോലെ തന്നെ പലവിധ ആളുകൾ, കൈക്കുഞ്ഞുമായി എത്തിയ ആളുകൾ നമ്മൾ കണ്ടു, നിറവേറുമായി എത്തിയ ആളുകളെ നമ്മൾ കണ്ടു. ഈ അല്പം മുമ്പാണ് 80 വയസ്സുകാരിയായ കല്യാണിക്കുട്ടി അമ്മ ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത്. മകന് രാവിലെ കട തുറക്കാനുള്ളതിനാൽ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ മേഖല എന്ന് പറയുന്നത് ഈ കടയിൽ ജോലിയെടുക്കുന്നവർ, കൂലിപ്പണിക്കാർ, കൃഷിക്കാർ, ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് എടക്കര പഞ്ചായത്തിലെ ഈ 3 ബൂത്തുകളും. അതുകൊണ്ട് തന്നെ വളരെ രാവിലെ മഴ കുറഞ്ഞ സമയത്ത് തന്നെ ജോലിക്ക് പോകാനുള്ള ആവശ്യാർത്ഥം പരിഗണിച്ചുകൊണ്ട് അതിരാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി. നമ്മൾ പ്രദേശവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു 7 മണി തൊട്ട് 9 മണി വരെയാണ് പൊതുവെ ഇവിടെ ഒരു പോളിംഗ് ശക്തമാകുന്ന സമയം. എന്നാൽ ഇപ്പോൾ ആ സമയമാകുമ്പോൾ അത്രത്തോളം അവർ പറഞ്ഞ രീതിയിലുള്ള ഒരു പോളിംഗ് ഇന്റൻസിറ്റി നമ്മളിപ്പോൾ കാണുന്നില്ല. അതിന് പ്രധാന ഘടകം മഴ തന്നെയായിരിക്കും പോളിംഗിനെ പിന്നോട്ട്, നിലവിൽ ഈ ബൂത്തിലെ പോളിംഗിനെ പിന്നോട്ടടിക്കുന്നത് മനസ്സിലാക്കുന്നു. മഴ ഒന്ന് മാറി നിന്നാൽ അല്പം കഴിഞ്ഞാൽ, ഇന്നലേക്ക് ഇതുപോലെ തന്നെയായിരുന്നു, സമാനമായ കാലാവസ്ഥയായിരുന്നു, കുറച്ച് മഴ പിന്നീട് വെയിൽ. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ ഒന്ന് മാറി നിന്നാൽ ആളുകൾ കൂട്ടത്തോടെ എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളത്. ഈ എടക്കര പഞ്ചായത്ത് പറയുകയാണെങ്കിൽ LDF-നും UDF-നും സമാസമം ഒരേ ബലമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് പോളിംഗ് കൂടിയാലും 2 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കും, പോളിംഗ് കുറഞ്ഞാലും 2 മുന്നണികൾക്കും ഒരുപോലെ ആശങ്കയുണ്ടാകും. എന്തായാലും ഒരു ചെറിയ ട്രെൻഡ് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പോൾ മഴ ശക്തമായി തുടരുന്നു. കൂടുതൽ ആളുകൾ ഇനി വരുന്ന മണിക്കൂറിൽ എത്തും. നിലവിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. SK, ഹഷ്മി.